അല്ല ജാക്സൺ ഭായി നിങ്ങൾ എന്താണ് വരാൻ പറഞ്ഞത്? എന്താ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. എന്താണ് ഭായി? ഈ കൂടുതൽ ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട. ഞാനൊരു കാര്യം പറയാതെ അങ്ങോട്ട് ചെയ്താൽ മതി. എന്ത് ചെയ്യാൻ? അവിടെ മിണ്ടാണ്ട് നിൽക്കടാ. അയാളെ കണ്ട, അതാണ് റൊസാരിയോ സാഹിബ്. അയാൾ സ്ഥലം മേടിക്കാനുള്ള പ്ലാനാണ്. അതിനുള്ള കാശ് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് വന്ന വഴിയാ. ഞാൻ ബാഗ് കണ്ട ഉച്ച കഴിഞ്ഞാൽ അതുകൊണ്ട് കൊടുക്കും. അതിന് മുമ്പ് നമുക്കത് ചാമ്പണം. റൈറ്റും റോങ്ങും എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടാ. നീ എന്തെങ്കിലും ജോലി വേണമെന്ന് പറഞ്ഞ എന്റെ പറയണെന്നാ. ജോലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്ഥിരം പണിയാണ്, അല്ലാണ്ട് ഇങ്ങനെ സ്ഥിരം പണി കിട്ടുന്ന ജോലി വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. എടാ പൊട്ട, നീ കക്കണ്ട. നീ ഒരു കാര്യം ചെയ്താൽ മതി. 5 മിനിറ്റ് അയാളെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിർത്തണം. ഞാൻ ബാക്ക് ഡോർ വഴി കയറി പണി നടത്തിക്കോളാം. നിവർത്തി ഇല്ലാത്തോണ്ടല്ല ഞാൻ ഭായിയോടൊരു ജോലി വെച്ചത്. ആ പുള്ളിയോടെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാണ്? നീ ഇത് തന്നെ പോയി അയാളോട് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ജോലി ആണെന്നൊക്കെ ചോദിച്ചാൽ 5 മിനിറ്റ് പിടിച്ചു നിർത്ത്. അയാൾ അകത്തേക്ക് വരാൻ നോക്കണം. ബാക്കി കാര്യം ഞാൻ ബൈക്കാക്കണമൊക്കെ റോങ് കൊണ്ടൊന്നും പറ്റില്ല. എടാ പോടാ, പോടാ പോടാ. ആരാ? എന്താ? ഒരുപാട് റൊസാരിയോ സാഹിബ് അല്ലേ? യെസ്, പറയൂ. എന്തെങ്കിലും ജോലി ഉണ്ടോ? ജോലിയാ? എന്ത് ജോലി? എന്ത് ജോലിയാണുള്ള സീനില്ല. ഇവിടെ ജോലിയൊന്നുമില്ല. അയ്യോ ഇപ്പൊ പോലെ റൊസാരിയോ സാഹിബിന് വലിയ മനസ്സാണ്. ആര് ചോദിച്ചാലും സഹായിക്കുന്നൊക്കെയാണല്ലോ എല്ലാരും പറയണത്. എന്തെങ്കിലും സൗണ്ട് കേട്ടില്ലേ? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു. അത് വല്ല പൂച്ചയായിരിക്കും. സാഹിബ് നിങ്ങൾ എന്റെ ദൈവമാണ്. നിങ്ങളെന്ന് കണ്ടില്ലായിരുന്നു ഞാൻ കാക്കനാട് ബസ് സ്റ്റാൻഡിൽ തെണ്ടണ്ടി വന്നേനെ. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? അത് മറ്റേ പൂച്ചായിരിക്കും മോനെ. അത് പൂച്ചെന്ന് ഒരിക്കലും ബാക്ക് ഡോർ പൊളിച്ചേറി വല്ല കളറിയിരിക്കും. നിങ്ങൾ പോലീസിനെ വിളിക്കും സാഹിബ്. അങ്ങനെ? ഓ മൈ ഗോഡ്.